ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്സ്. അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങ വെച്ചിട്ടൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ? നല്ല മൂവണ്ട മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ചമ്മന്തി അരയ്ക്കാമെന്ന്. അതും തേങ്ങയില്ലാത്തൊരു ചമ്മന്തി. പോകാം വീഡിയോയിലേക്ക്. തന്നെ നമുക്ക് ഈ മാങ്ങയൊന്ന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിനകത്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാങ്ങ അരച്ച അതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഇതുപോലെ തന്നെ അടിച്ച് വെച്ചേക്കുന്ന വറ്റൽമുളകിനകത്തോട്ട് നമുക്ക് മാങ്ങയുടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വറ്റൽമുളക് ഇവിടെ അരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? പാത്രത്തിലേക്ക് ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തേക്കുന്ന സവോളയ്ക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി മുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പും എരിവും ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തോണം കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ കരിവേപ്പിലയും കൂടെ നമുക്കിതുപോലെ അരച്ച് വെച്ച് അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അതിനകത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുക്കാം. ഇളക്കാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഇതിന് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പറാണ്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ടും. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇതാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും ദോശയും ചമ്മന്തിയുടെ കൂടെയും സൈഡായിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ഇതാക്കി വെക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണേ. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ബൈ ഫ്രം ഗോപിക.